ബ്രസീലിൽ നിന്നുള്ള പ്ലെയറാണ്. ചെൽസി നേരത്തെ നോക്കി റഡാറിലുണ്ടായിരുന്ന ഒരു താരമാണ്. പക്ഷെ നമ്മൾ ഈ ബ്രസീലിൽ നിന്ന് ഒരുപാട് താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു വണ്ടർ കിഡായിട്ടൊക്കെ വരും, എന്നാൽ അങ്ങനെ പിന്നീട് അധികം കാണുമില്ല. ഈ എസ്തവോയെ കുറിച്ച് മാത്രം നമ്മൾ പ്രത്യേകമായി നോക്കുകയാണെങ്കിൽ എന്താണ് തോന്നുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ? എസ്തവോ ആക്ച്വലി പാൽമറസ് എന്നാണ് ചെൽസി സൈൻ ചെയ്യുന്നത്. ആക്ച്വലി കഴിഞ്ഞ സീസണിൽ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആള് 18 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ യൂറോപ്പിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു വർഷം പാൽമറസിൽ ലോണിൽ കളിച്ചു. അതിനുശേഷമാണ് ഇപ്പം ചെൽസിയിലേക്ക് വന്നിട്ടുള്ളത്. ചെൽസിയിൽ വന്നിട്ടാണെങ്കിലും നമ്മളെപ്പോഴും കളിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, അതായത് നല്ലൊരു ആ ഒരു ബ്രസീലിയൻ ഫ്ലെയർ ഉണ്ടല്ലോ, ആ ഒരു ബ്രസീലിയൻ ഫ്ലെയർ ഉള്ള പ്ലെയറാണ്. നമ്മൾ ജസ്റ്റ് എൻ പ്രൊഡക്റ്റ് മാത്രമല്ല, ഗോൾസും അസിസ്റ്റും മാത്രമല്ല, നമ്മൾ കളിയോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ ഹസാർഡിനെ പറ്റിയൊക്കെ പറയുമല്ലോ, ഹസാർഡിനെ പറ്റിയൊക്കെ ആ കളി കാണുമ്പോൾ നമ്മൾ കണ്ടിരുന്ന് പോകുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ആ ചെറിയ ടൈറ്റ് സ്പേസിലുള്ള മൂവ്മെൻ്റ് ആണെങ്കിലും, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും, ത്രൂ ബോൾ കൊടുക്കുന്നതിലാണെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ സ്കോർ ചെയ്യാനും പറ്റുന്ന പ്ലെയറാണ്. ഇന്നലത്തെ ഗോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ടൈറ്റ് സ്പേസിൽ 2 ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെയാണ് വീക്ക് ഫൂട്ട്, റൈറ്റ് ഫൂട്ട് വെച്ചിട്ടാണ് ഷോട്ട്, നല്ല പവർഫുൾ ഷോട്ട് പോസ്റ്റിൻ്റെ മേലേക്ക് അടിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും സ്കില്ലാണെങ്കിലും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നെ ഈ നമ്മൾ സാധാരണ വണ്ടർ കിഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ തുടക്കത്തിൽ വന്ന് പക്ഷേ പിന്നീട് ഒന്നും ആവാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട്. ഈ ഒരു ഇതിൽ വില്ലൻ്റെ ഒരു കാര്യത്തിൽ, എസ്താ വില്ലൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം പറയാനുള്ള മരസ്കേൻ്റെ ഒരു മാനേജ്മെൻറ്റും കൂടി അതിൽ പറയേണ്ടതുണ്ട്. വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, പക്ഷേ അടുത്ത കളിയാകുമ്പം പ്ലേയിങ് ലെവലിൽ ഉണ്ടാവില്ല. അപ്പം ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫാൻസ് എപ്പോഴും ഇഷ്യൂ ഉണ്ടാക്കാറുണ്ട്, എന്തുകൊണ്ട് എസ്താവിനെ ഫസ്റ്റ് 11 ഇറക്കുന്നില്ല എന്നുള്ളത്. അത് ഒരു എന്താ പറയുക, ബ്രസീലിൽ നിന്ന് വന്ന പ്ലെയറാണ്, യൂറോപ്പിൽ ഫസ്റ്റ് സീസണാണ്, ലാംഗ്വേജ് അറിയില്ല, ഒരു പുതിയ കൺട്രിയായിട്ട് അഡാപ്റ്റ് ചെയ്യണം, പുതിയ സാഹചര്യങ്ങളായിട്ട് അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു അഡാപ്റ്റേഷൻ പീരീഡിനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മരസ്ക അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ